ബീഹാറിൽ തിരഞ്ഞെടുപ്പ് വരാൻ ഇനി ഏതാനും മാസങ്ങൾ മാത്രമേ ഉള്ളൂ. എൻഡിഎയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അവിടെ നിതീഷ് കുമാർ തന്നെയാണ്. അതേസമയം ലല്ലു പ്രസാദ് യാദവിൻ്റെ പാർട്ടിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തേജസ്വി യാദവ് വരും എന്നുള്ള വാർത്തകളും നമ്മൾ കേൾക്കുന്നു. ഇതിനിടയിലാണ് പുതിയൊരു സർവേ ഫലം അവിടെ പുറത്തു വരുന്നത്. എന്തായാലും കഴിഞ്ഞ കുറച്ച് നാളുകളായി സർവേ ഫലങ്ങളെല്ലാം പൊട്ടിപ്പോകുന്ന ഒരു കാഴ്ചയാണ് രാജ്യത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP 400 സീറ്റിലധികം വരും, 350-ലധികം വരും എന്നൊക്കെ സർവേ ഫലം ഉണ്ടായിരുന്നുവെങ്കിലും BJPക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം കടക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഹരിയാന തെരഞ്ഞെടുപ്പിൽ സർവേ ഫലങ്ങളെല്ലാം തകർന്നടിയുന്ന കാഴ്ച കണ്ടു. പക്ഷേ ഡൽഹി തെരഞ്ഞെടുപ്പ് ആയപ്പോഴേക്കും BJP അവിടെ ഭരണം പിടിക്കുമെന്ന് തന്നെയാണ് സർവേ ഫലങ്ങളെല്ലാം സൂചിപ്പിച്ചത്. അത് അതുപോലെ സംഭവിക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ ബീഹാറിനെ സംബന്ധിച്ചുള്ള ഒരു സർവേ ഫലം പുറത്തു വരുന്നത് ഇന്ത്യ ടുഡേ സി വോട്ടർ ബീഹാർ ഒപ്പീനിയൻ പോളാണ്. ഇതിൽ CM ആരാകണം, അതായത് ബീഹാറിൽ ഇനി ആരാകണം ബീഹാറിൻ്റെ CM ചീഫ് മിനിസ്റ്റർ ആരാകണമെന്ന ചോദ്യത്തിന് തേജസ്വി യാദവ്, അതായത് ലാലു പ്രസാദ് യാദവിൻ്റെ മകനായിട്ടുള്ള തേജസ്വി യാദവിനെ 41% ആൾക്കാർ പിന്തുണയ്ക്കുമ്പോൾ നിലവിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള നിതീഷ് കുമാറിനെ പിന്തുണയ്ക്കുന്നത് വെറും 18% ആൾക്കാരാണ് എന്നുള്ളതാണ് ഈ സർവേ ഫലം സൂചിപ്പിക്കുന്നത്. സാമ്രാട്ട് ചൗധരി 8% ആൾക്കാരും രാംവിലാസ് പസ്വാന്റെ മകനായിട്ടുള്ള ചിരാഗ് പസ്വാനെ 4% ആൾക്കാരും CM ആയി കാണാൻ ആഗ്രഹിക്കുന്നു. അതേസമയം പ്രശാന്ത് കിഷോറിനെ 15% ആൾക്കാർ CM ആയി കാണാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. പക്ഷേ ഇതിൽ ഏറ്റവും കൗതുകകരമായിട്ടുള്ള ഒരു വിഷയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 47% ആൾക്കാർ BJPയുടെ ഭരണം, അതായത് NDA ഭരണം തുടരണം എന്ന് പറയുന്ന ആൾക്കാരാണ്. ഈ 47% ആൾക്കാർ NDA ഭരണം തുടരണം എന്ന് പറയുമ്പോൾ വെറും 18% ആൾക്കാർക്കാണ് നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രിയായി കാണാൻ ആഗ്രഹം എന്നുള്ളതാണ് ഏറ്റവും കൗതുകം ജനിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതായത് BJP ഒറ്റയ്ക്ക് അധികാരത്തിൽ വരാനുള്ള ഒരു നീക്കം അല്ലെങ്കിൽ ഒരു കളമാണോ ബീഹാറിൽ ഒരുങ്ങുന്നത് എന്ന ചോദ്യമാണ് ഇതിലൂടെ ഉയർന്നു വരുന്നത്. എന്നാൽ നരേന്ദ്രമോദി നേരിട്ട് വന്ന് നിതീഷ് കുമാറിനോട് ഇനിയും നിതീഷ് കുമാർ തന്നെ NDAയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തുടരും എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ ജനങ്ങളുടെ മനസ്സിൽ എന്താണ് എന്നുള്ളൊരു ചോദ്യം ഇപ്പോൾ ഉയർന്നു വരികയാണ്. അപ്പോൾ നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രിയായി കാണേണ്ട, എന്നാൽ BJP തുടരുകയും വേണം, അല്ലെങ്കിൽ NDA സർക്കാർ തുടരുകയും വേണം എന്നുള്ള നയമാണ് ജനങ്ങളുടെ മനസ്സിലുള്ളത് എന്നുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു സർവേ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ഇന്ത്യ മലയാളം.